വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഫ്രഷ് സ്ട്രോബെറീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. റെസിപ്പിയിലോട്ട് പോകാം. സ്ട്രോബെറി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത സ്ട്രോബെറി 10 എണ്ണം നമുക്ക് ആദ്യം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം എടുക്കാം. ഒരു സോസ് പാൻ ആയാലും മതി. ഇതിലേക്ക് 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം എടുത്ത ഒരു 10 സ്ട്രോബെറി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കിടപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിത് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബോയിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. ചൈന ഗ്രാസ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. അത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. 5 ഗ്രാം ചൈന ഗ്രാസിൽ പുഡിങ് വളരെയധികം സെറ്റായിട്ട് ഒരു പുഡിങ് മുറിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. എന്നാൽ പുഡിങ് ഒരു മെൽറ്റ് ഇൻ മൗത്തായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. കുറച്ചുകൂടെ സെറ്റ് ആവണമെന്നുള്ളവർക്ക് 10 ഗ്രാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെൽറ്റായ ചൈന ഗ്രാസ് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നേ നമ്മുടെ പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്ത് കുറച്ച് ആറിയ പാലിലോട്ട് വേണം നമ്മൾ വീണ്ടും ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാൻ. ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് പാലിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് തിള വരുന്നിടം വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലിൻ്റെ ടെമ്പറേച്ചറും ചൈന ഗ്രാസിൻ്റെ ടെമ്പറേച്ചറും വളരെ കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചൈന ഗ്രാസ് പാലിലോട്ട് ചേർക്കുന്ന ഉടനെ തന്നെ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യുന്ന സെറ്റിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഞാൻ സെറ്റിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂട് നല്ലവണ്ണം ആറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഇപ്പം ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് മറ്റൊരു ലെയറും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ആ ലെയർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് 1 കപ്പ് സ്ട്രോബെറി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ഏകദേശം 10 തൊട്ട് 12 സ്ട്രോബെറി വരുന്നുണ്ട്. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഷുഗറെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കാവണ്ട, അങ്ങ് അലിഞ്ഞു പോകും നമ്മുടെ സ്ട്രോബെറീസ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പുഡിങ് ഏകദേശം ഒന്ന് ചെറുതായിട്ട് സെറ്റ് ആവണം. അതിന് ശേഷം വേണം ഇതിന് മുകളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഇടുന്ന ഉടനെ തന്നെ താണു പോകും. അപ്പോൾ ഒരു 15-20 മിനിറ്റ് നമുക്ക് പുറത്ത് വെച്ച് സെറ്റാക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ നമുക്ക് പെട്ടെന്നൊന്ന് സെറ്റാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് സെറ്റായാൽ മതി. ഒരു 1/4 ഭാഗം മാത്രം നമുക്ക് സെറ്റാക്കി എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് സ്ട്രോബെറീസ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ താഴെ മിനിമം 12 മണിക്കൂറെങ്കിലും വെച്ച് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ സ്ട്രോബെറി എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 12 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്